സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വരെയാണ് പഠിച്ചത്. ഇനി അടുത്തതായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒബ്ജക്ട്സ് നമുക്കറിയാം, ക്ലാസ്സസ് ഒബ്ജക്ട്സും, പക്ഷേ ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്ക് ക്ലാസ്സസ് ഇല്ല അല്ലെ. അപ്പോൾ ഒബ്ജക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് 3 രീതിയിൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ബൈ ഒബ്ജക്ട് ലിറ്ററൽ. ഒബ്ജക്ട് ലിറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി വാല്യൂ പെയേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിന്റെ നെയിം ഈക്വൽ ടു വിത്തിൻ കേർലി ബ്രേസസിനുള്ളിൽ നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ടോ ആ പ്രോപ്പർട്ടീസും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രോപ്പർട്ടിയും വാല്യൂവും തമ്മിൽ കോളൻ സിമ്പൽ യൂസ് ചെയ്ത് കൊടുക്കുന്നു. സോ അപ്പോൾ പ്രോപ്പർട്ടി 1 വാല്യൂ 1 എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി 1ന് അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ 1, അതുപോലെ പ്രോപ്പർട്ടി 2ന് വാല്യൂ 2. ഇങ്ങനെ നമുക്ക് എത്ര നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. EMP എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ EMP ഒബ്ജക്റ്റിന്റെ ID 102, നെയിം ശ്യാംകുമാർ, സാലറി 40,000. ഓക്കെ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ലിസ്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇപ്പൊ ഇതിനെ ഓരോന്നിനെ, ഈ ഒരു എലമെന്റിനെ അല്ലെങ്കിൽ ആ ഓരോ പ്രോപ്പർട്ടിയെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ഡോട്ട് ദാറ്റ് പ്രോപ്പർട്ടി നെയിം, അങ്ങനെയാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് EMP.ID എന്ന് പറയുമ്പോൾ ഈ EMP ഒബ്ജക്റ്റിന്റെ ID പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ആവുന്നത്. ദെൻ അതിനുശേഷം ഒരു സ്പേസ്, ദെൻ ആഫ്റ്റർ ദാറ്റ് EMP.name, his name will be printed. Then after that there is a space and then EMP.salary. So it will print the salary of that particular employee object. Okay, so അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൽ, അതായത് ബൈ ഒബ്ജക്ട് ലിറ്ററൽ മെത്തേഡ്. ഒബ്ജക്ട് ലിറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്, അത് ലിസ്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. സോ ഓരോ ഒബ്ജക്റ്റിന്റെയും പ്രോപ്പർട്ടി നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പർട്ടി നെയിം, ആ ഒരു സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. Then second way of creating object is by creating instance of object directly. So we are creating an instance of a particular object by using new keyword. So okay, so this object will be created directly by using the new keyword. സോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്ട് നെയിം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്ട് നെയിമിന് നമ്മൾ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ന്യൂ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് അവൈലബിൾ ആണ്. സോ ആ ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജാവയൊക്കെ പഠിച്ച സമയത്ത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ഇതുപോലെ ഒബ്ജക്റ്റ് ക്രിയേഷൻ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സോ ന്യൂ ക്ലാസ് നെയിം ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്ലോബൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഒരു പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഒബ്ജക്ട് നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിന്റെ സ്ക്രിപ്റ്റിംഗ് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ ഇവിടെയും വേരിയബിൾ EMP ഈക്വൽ ടു ന്യൂ ഒബ്ജക്റ്റ്, പുതിയൊരു ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റൻസ് EMPയിലേക്ക് ക്രിയേറ്റ് ചെയ്തു. സോ ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദാറ്റ് വി ക്യാൻ അസൈൻ ഈച്ച് ആൻഡ് എവറി പ്രോപ്പർട്ടി ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പൊ EMP.ID ഈക്വൽ ടു 101 നമ്മൾ നേരത്തെ അവിടെ ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്. ഇവിടെ അതിന് പകരം ഓരോരോ പ്രോപ്പർട്ടീസ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. EMP.ID ഈക്വൽ ടു 101, EMP.name ഈക്വൽ ടു രവി മാലിക്, EMP.salary ഈക്വൽ ടു 50,000. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ദെൻ ആക്സസിങ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡോട്ട് ദാറ്റ് പ്രോപ്പർട്ടി നെയിം, ഈ ഒരു രീതിയിൽ. സോ അപ്പൊ ഇവിടെ ഇനിഷ്യലൈസേഷൻ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഗ്ലോബൽ ക്ലാസിന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റൻസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബൈ യൂസിങ് ദ കീവേഡ് ന്യൂ. ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് ബൈ യൂസിങ് ആൻ ഒബ്ജക്ട് കൺസ്ട്രക്ടർ. ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇവിടുത്തെ കേസിൽ
this type of object creation is need to create function with arguments. Function with arguments create ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഓരോ ആർഗ്യുമെന്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ് വാല്യൂ ഇപ്പോഴത്തെ കറന്റ് ഒബ്ജക്റ്റിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ദിസ് കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് കീവേഡ് ആക്ച്വലി റെഫർ ചെയ്യുന്നത് കറന്റ് ഒബ്ജക്റ്റ് ഏതാണോ അതിനെയാണ് ദിസ് കീവേഡ് റെഫർ ചെയ്യുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, EMP എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ID, നെയിം, സാലറി എന്ന് പറഞ്ഞ് 3 വാല്യൂസ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ ഇതൊരു കൺസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മളിവിടെ കോൾ ചെയ്യുന്നത് EMP എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഫംഗ്ഷൻ ആക്ച്വലി കൺസ്ട്രക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ വാല്യൂസ് ആണോ പാസ് ചെയ്യുന്നത് ആ വാല്യൂസ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുന്ന ഓരോ വാല്യൂസിനെയും ദിസ് പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി വാല്യൂസ് ആയിട്ട് അസൈൻ ചെയ്യും. സോ ദിസ് ഡോട്ട് ID എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത് E എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. സോ അപ്പൊ അവിടുത്തെ കറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് E ആണ്. സോ ദിസ് റെഫേഴ്സ് ടു ദിസ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ് E. ഓക്കെ, സോ അപ്പം E.ID എന്നുള്ളതായിരിക്കും ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. E.IDയിലേക്ക് ഇവിടെ ഉള്ള ID-യുടെ വാല്യൂ വരും. ദിസ് ഡോട്ട് നെയിം, ദാറ്റ് മീൻസ് E.name equal to name and E.salary equal to salary. So whatever value we will be passing from here to here is ID will be 103, name will be Vimal Jaiswal, then salary will be 30,000. So these values will be assigned in this particular object. So this എന്ന് പറയുന്ന കീവേഡ് എപ്പോഴും റെഫർ ചെയ്യുന്നത് കറന്റ് ഒബ്ജക്റ്റിനെ ആയിരിക്കും. ഇവിടുത്തെ കറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് E ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ E.ID, E.name, E.salary ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം വാല്യൂസ് ആയിരിക്കും നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് മൂന്നാമത്തെ മെത്തേഡ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതുള്ള. നമ്മൾ ജാവയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിനുള്ളിൽ തന്നെ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാറാണ് പതിവ്. മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് വഴി കോൾ ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കൺസ്ട്രക്ടർ പോലെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ ഓക്കെ ഈ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് മെമ്പർ ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ മെമ്പർ ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കൺസ്ട്രക്ടറിനുള്ളിലായിരിക്കും മെമ്പർ ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഫംഗ്ഷൻ ചേഞ്ച് സാലറി, അതർ സാലറി. ഓക്കെ, ഇവിടെ അതർ സാലറി എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ചേഞ്ച് സാലറി എന്നുള്ളതാണ് നമ്മുടെ മെത്തേഡിന്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ മെത്തേഡിന്റെ പേര് ചേഞ്ച് സാലറി. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒബ്ജക്റ്റിന്റെ കറന്റ് ഒബ്ജക്റ്റിന്റെ സാലറി എന്ന് പറയുന്നത് അതർ സാലറി ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ കണ്ടു, കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ വാല്യൂ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ അതിനുശേഷം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതും ഒബ്ജക്റ്റ് ഡോട്ട് ദാറ്റ് ഫംഗ്ഷൻ നെയിം. സോ ഈ ഡോട്ട് ചേഞ്ച് സാലറി 45,000. സോ നമ്മളിവിടെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ 45,000 വാല്യൂ പാസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഈസ് E.salary ആക്ച്വലി അതിന്റെ E.salary നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ 30,000 ആയിരുന്നു. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ചേഞ്ച് ടു 45,000 ഹിയർ. സോ അപ്പൊ നമ്മളിവിടെ പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് E.salary ആസ് 45,000. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിനകത്ത് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിനകത്ത് മെമ്പർ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിലും ഒബ്ജക്റ്റിന് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം കണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ കൺസ്ട്രക്ടർ എഴുതിയിട്ട് കൺസ്ട്രക്ടറിനുള്ളിൽ നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത കൺസെപ്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റ് അറേ എന്ന് പറയുന്നത്. അറേ അതെല്ലാം നമ്മൾ നോർമലി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് എലമെന്റ്സ്. ദെൻ ഇവിടെയും നമുക്ക് അറേ കൺസ്ട്രക്ട് ചെയ്യാൻ 3 രീതികളുണ്ട്. ഒന്ന് അറേ ലിറ്ററൽ യൂസ് ചെയ്തുകൊണ്ട്, രണ്ടാമത് അറേയുടെ ഒരു ഇൻസ്റ്റൻസ്
ക്രിയേറ്റ് ചെയ്തത്. അറേ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. ആ ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് ന്യൂ കീവേഡ് യൂസ് ചെയ്ത് നമ്മുടേതായ ഒരു അറേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അറേ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ അറേനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ബൈ അറേ ലിറ്ററൽ ആണ്. അത് നമ്മൾ നോർമലി ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. ഓക്കെ, ഇപ്പം വേരിയബിൾ അറേനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ട് വേരിയബിൾ അറേ നെയിം ഈക്വൽ ടു വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് വി ക്യാൻ സ്പെസിഫൈ ദ കളക്ഷൻ ഓഫ് വാല്യൂസ്. ഓക്കെ, സോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വാല്യൂസും ഈ അറേയിലോട്ട് അസൈൻ ആവും. സോ ഇതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ EMP എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ EMPയിലേക്ക് നമ്മൾ 3 സ്ട്രിങ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ആ 3 സ്ട്രിങ്ങിനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പം നമ്മൾ നോർമലി അറേ എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. സോ അപ്പം ഓരോരോ എലമെന്റ് ബൈ എലമെന്റ് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് എ ലൂപ്പ് ഫംഗ്ഷൻ, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. And inside the loop statement, we can use the subscript index value to access each and every element of this particular array. Okay, so അപ്പോൾ EMP of I എന്ന് പറയുമ്പോഴത്തേനും ഐയുടെ വാല്യൂ എന്താണോ ആ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമുക്കിവിടെ ആക്സസ് ആവുന്നത്. സോ ഇത് EMP എന്ന് പറയുന്നത് അറേ ഒബ്ജക്റ്റ് ആണ്. ഈ അറേ ഒബ്ജക്റ്റിന് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അപ്പൊ EMP ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എത്രയാണോ അതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അത് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ അപ്പൊ അങ്ങനെയാണ് ഈ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറേ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ അപ്പം ന്യൂ അറേ ഇതാണ് നമ്മുടെ ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ്. അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അറേ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EMP ഈക്വൽ ടു ന്യൂ അറേ. സോ EMP ഓഫ് 0യിലേക്ക് ഫസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് EMP ഓഫ് 1ൽ രണ്ടാമത്തെ വാല്യൂ, EMP ഓഫ് 2ൽ മൂന്നാമത്തെ വാല്യൂ. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ് യൂസ് ചെയ്ത് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അറേ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. സോ അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ അറേ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഉള്ള ഒബ്ജക്റ്റിന്റെ കൺസ്ട്രക്ടർ. ഓക്കെ, നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് ആയിട്ട് നമുക്കുള്ള അറേ ഒബ്ജക്റ്റിന്റെ കൺസ്ട്രക്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അപ്പം നമ്മളിവിടെ ജസ്റ്റ് ആ അറേ കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണോ നമ്മുടെ അറേയിലേക്ക് അസൈൻ ചെയ്യാനുള്ളത് ആ വാല്യൂസ് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ വേരിയബിൾ EMP ഈക്വൽ ടു ന്യൂ അറേ, അതിനുള്ളിൽ എന്താണ് കൺസ്ട്രക്ടറിലേക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കുക. ആ ആർഗ്യുമെന്റ്സ് എല്ലാം തന്നെയായിരിക്കും EMPയിലേക്ക് സ്റ്റോർ ആവുന്നത്. ദെൻ നമ്മൾ ഓരോ തവണ ഇൻഡെക്സ് യൂസ് ചെയ്ത് ആ ഓരോ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുത്ത വാല്യൂസ് ആയിരിക്കും നമുക്ക് ആക്സസ് ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്, അറേ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ദെൻ ഇനി ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ പല പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 2 അഡ്വാൻറ്റേജസ് ആണുള്ളത്. കോഡ് റീയൂസബിലിറ്റി ഉണ്ട്, ലെസ് കോഡിംഗ് ഉണ്ട്. കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരേ ഫംഗ്ഷനെ തന്നെ ഒരിടത്ത് നമ്മൾ എഴുതിയ ഫംഗ്ഷൻ തന്നെ പല സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ ഒരേ കോഡ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എഴുതുന്നതിന് പകരം ഓൾറെഡി എഴുതിയ കോഡിനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദെൻ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലെസ് കോഡിംഗ് ആണ്. സോ നമ്മുടെ പ്രോഗ്രാമിനെ വളരെ കോമ്പാക്റ്റ് ആക്കി മാറ്റാൻ ഈ ഫംഗ്ഷൻസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. സോ അപ്പം ഒരുപാട് ലൈൻസ് എഴുതുന്നതിന് പകരം ഒരു കോമൺ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനാക്കി എഴുതി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫുൾ പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനെ നമുക്ക് കോമ്പാക്റ്റബിൾ സൈസിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു നോർമൽ ഫംഗ്ഷൻ എഴുതാനുള്ള സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം, ഇത് ഫംഗ്ഷൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. സോ ഫംഗ്ഷൻ കീവേഡ്, ദെൻ വി ഹാവ് ടു ഗീവ് എ നെയിം ഫോർ ദാറ്റ് ഫംഗ്ഷൻ. ദെൻ വിത്തിൻ ദ parenthesis we can specify the argument list. Whatever arguments we are using to pass into this function we can specify, and inside the curly braces we can give the code to be executed as like this function. Okay, what this function should do will be written here. സോ അപ്പം സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, ഫംഗ്ഷൻ
മെസ്സേജ് MSG എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഫംഗ്ഷനകത്ത് അലേർട്ട് മെസ്സേജ് യൂസ് ചെയ്ത് ഹലോ ദിസ് ഇസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ അതിനുശേഷം ഈ ഇൻപുട്ട് ടൈപ്പ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ആ ബട്ടണിലേക്ക് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇവന്റിൽ നേരെ ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് അത് കോൾ ചെയ്യുന്നത്. സോ വാല്യൂ ഈക്വൽ ടു കോൾ. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഒരു ബട്ടൺ ഡിസ്പ്ലേ ആവും. ആ ബട്ടണിനകത്ത് കോൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഈ MSG ഫംഗ്ഷനെ അത് കോൾ ചെയ്യും. MSG ഫംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ എന്താണ്, അലേർട്ട് മെസ്സേജ് ആണ്. അപ്പോൾ അലേർട്ട് എന്ന് പറയുന്ന ആ ഡയലോഗ് ബോക്സിലേക്ക് ഹലോ ദിസ് ഈസ് മെസ്സേജ് എന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫങ്ഷൻസിനെ ഇതുപോലെ എഴുതിയിട്ട്, അതല്ല നമുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും ഈ ഫംഗ്ഷനെ ഡയറക്റ്റ് കോൾ ചെയ്യുന്നെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒക്കെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ദെൻ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ നമുക്കറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഫംഗ്ഷനിൽ നമുക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്പർ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് ജസ്റ്റ് ക്യൂബ് കണ്ടുപിടിക്കുകയാണ് ആ നമ്പറിന്റെ. സോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓൺ ക്ലിക്ക് ഇവന്റിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗെറ്റ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനിലേക്ക് 4 എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ 4ന്റെ ക്യൂബാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബട്ടൺ വരും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പേജ് സേസ് 64 എന്ന് പറഞ്ഞിട്ട് അലേർട്ട് ബോക്സ് ക്രിയേറ്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ യൂസ് ചെയ്യാൻ പറ്റും. സോ റിട്ടേൺ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫംഗ്ഷൻ എഴുതുക. ദെൻ റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ മതി. റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് തന്നെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാലും അത് എവിടെയാണോ കോൾ ചെയ്തത് അവിടേക്ക് റിട്ടേൺ ആവും. സോ അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണോ റിട്ടേൺ ആയി വരുന്നത് അത് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഈ ഗെറ്റ് ഇൻഫോയ്ക്കകത്ത് നിന്ന് റിട്ടേൺ ആയി വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഹലോ ജാവാ ടി പോയിന്റ് ഹൗ ആർ യു എന്നുള്ളതാണ്. ഇത് ഞാൻ ജാവാ ടി പോയിന്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് എടുത്ത പ്രോഗ്രാം ഒക്കെയാണ്. ഓക്കെ, സോ അപ്പം ആ ഇതായിരിക്കും നമുക്കിവിടെ നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസിനെ റിട്ടേൺ ചെയ്യിപ്പിക്കുന്നത്. അത് എന്ത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യിപ്പിക്കാം. ഇവിടെ അതിൻ്റെ ഒന്ന് ടൈപ്പോ ബാക്കി കാര്യങ്ങളോ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് വി ക്യാൻ റിട്ടേൺ എനി വാല്യൂ. ദെൻ ജാവാസ്ക്രിപ്റ്റ് കോൾ ബാക്ക് ഫങ്ഷൻസ്. കോൾ ബാക്ക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇറ്റ് അലോസ് എ ഫംഗ്ഷൻ ടു കോൾ അനദർ ഫംഗ്ഷൻ. സോ ദിസ് ഫീച്ചർ വിൽ അലോ ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷന് കോൾ ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻസ് വഴി ജാവാസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോൾ ബാക്ക് ഫംഗ്ഷൻ ക്യാൻ റൺ ആഫ്റ്റർ അനദർ ഫംഗ്ഷൻ ഹാസ് ഫിനിഷ്ഡ്. ഒരു ഫംഗ്ഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷം കോൾ ബാക്ക് ഫംഗ്ഷന് അടുത്ത ഫംഗ്ഷൻ റൺ ചെയ്യാം. അപ്പൊ ആ ഒരു പ്രൊവിഷനാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. സോ അപ്പോൾ ഇവിടെ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗ്രാഫിനകത്ത് ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ സീക്വൻസ് ദേ ആർ കോൾഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചുമ്മാതെ കൊടുത്തിട്ടുണ്ട്. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പാരഗ്രാഫിനകത്ത് നമ്മളൊരു ഇവിടെ സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റിനകത്ത് മൈ ഡിസ്പ്ലെയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എന്തോ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് വരുന്നത്? അത് നമ്മുടെ ഈ പി എലമെന്റ്, ഓക്കെ, പി എലമെന്റിന്റെ ഐ ഡി ആണ് ഡെമോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെമോ ഐ ഡിയെ ആക്സസ് ചെയ്തതിന് ശേഷം ചെയ്തിട്ട് അതിന്റെ ഇന്നർ HTML ഇത് നമുക്കറിയാം. ഈ പാരഗ്രാഫ് എലമെന്റിൽ അതിന്റെ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് വരുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് അനദർ 2 ഫങ്ഷൻസ്, മൈ ഫസ്റ്റ് ആൻഡ് മൈ സെക്കൻഡ്. മൈ ഫസ്റ്റ് ആൻഡ് മൈ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ 2 ഫങ്ഷൻസിൽ
ഈ ഫംഗ്ഷൻസിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും മൈ ഡിസ്പ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മൈ ഫസ്റ്റിനകത്ത് ഹലോ എന്നുള്ള വാല്യൂ പാസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത് ഹലോ എന്നുള്ള ആ മെസ്സേജ് ആയിരിക്കും. സെക്കൻഡ് കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡിസ്പ്ലെയർ ഗുഡ് ബൈ യൂസ് ചെയ്തിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് സീക്വൻസിലാണോ നമ്മൾ ഇതിനെ കോൾ ചെയ്യുന്നത് ആ സീക്വൻസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മൈ ഫസ്റ്റും മൈ സെക്കൻഡും നമ്മളിപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം മൈ ഫസ്റ്റ് ആദ്യം കോൾ ചെയ്യുന്ന സമയത്ത് ഈ പിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹലോ എന്നായിരിക്കും വരുന്നത്. അടുത്ത് മൈ സെക്കൻഡ് കോൾ ചെയ്യുന്ന സമയത്ത് പിയുടെ കണ്ടന്റ് ഗുഡ് ബൈ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവസാനം ഗുഡ് ബൈ മാത്രം കാണാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ ഓർഡർ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. മൈ സെക്കൻഡ് ആദ്യം കോൾ ചെയ്തു, ദെൻ അതിനുശേഷം മൈ ഫസ്റ്റ് കോൾ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വരുന്നത് ഹലോ എന്നായിരിക്കും. കണ്ടോ? അപ്പൊ ഏത് സീക്വൻസിലാണോ നമ്മൾ ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്നത് ആ സീക്വൻസിലായിരിക്കും നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതാണ് കോൾ ബാക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോൾ ബാക്ക് എന്ന് പറയുന്നത് ഈ മൈ ഫസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മൈ ഡിസ്പ്ലെയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നു. അതുപോലെ മൈ സെക്കൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മൈ ഡിസ്പ്ലെയറിനെ കോൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൾ ബാക്ക് നടക്കുമ്പോഴത്തേനും ഏത് സീക്വൻസിലാണോ നമ്മൾ ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് മാത്രം. സോ ജാവാസ്ക്രിപ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷൻസിനകത്ത് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് മറ്റ് ഫംഗ്ഷൻസിനെ പാസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ തന്നെയാണ്. മൈ ഡിസ്പ്ലെയറിനകത്ത് നമ്മൾ ആ ഐ ഡി ഡെമോ എന്ന് പറയുന്ന പാരഗ്രാഫ് എലമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ HTML-ലേക്ക് സം എന്ന് പറയുന്ന ഈ മെസ്സേജിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൈ കാൽക്കുലേറ്റർ. ഈ മൈ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആർഗ്യുമെന്റ് ഒരു നമ്പർ, രണ്ടാമത് ഒരു നമ്പർ, പക്ഷെ മൂന്നാമത്തത് മൈ കോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, മൈ കോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ അപ്പം മൂന്നാമത്തെ ആർഗ്യുമെന്റ് മൈ കോൾ ബാക്ക് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എന്താണോ പാസ് ചെയ്ത് വരുന്നത് ആ ഫംഗ്ഷൻ ആണ് മൈ കോൾ ബാക്ക് ഫംഗ്ഷൻ. ദെൻ ഇവിടെ സം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ 2 വാല്യൂസ് പാസ് ചെയ്തു, ആ 2 വാല്യൂസിന്റെ സം കണ്ടുപിടിച്ചിട്ട് മൈ കോൾ ബാക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ആക്ച്വലി ഈ മൈ കാൽക്കുലേറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് 2 വാല്യൂസ് 5, 5 പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത് മൈ ഡിസ്പ്ലെയർ ഫംഗ്ഷനെയാണ്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ മൈ ഡിസ്പ്ലെയർ ഫംഗ്ഷൻ. അപ്പൊ ഈ മൈ കോൾ ബാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്? മൈ ഡിസ്പ്ലെയർ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഇത് കോൾ ചെയ്യുന്നത്. അപ്പൊ മൈ കോൾ ബാക്ക് ഓഫ് സം എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് 10 എന്നുള്ള വാല്യൂ കിട്ടും. ഈ 10 എന്നുള്ള വാല്യൂ നേരെ മൈ ഡിസ്പ്ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. നമുക്ക് ഈ പാരഗ്രാഫ് എലമെന്റിന്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് 10 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് 10 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ വേറൊരു ഫംഗ്ഷനെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ നെയിം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്കിവിടെ ആർഗ്യുമെന്റ് ആയിട്ട് എന്ത് നെയിം ആണോ കൊടുത്തിരിക്കുന്നത് ആ നെയിം യൂസ് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള കോൾ ബാക്ക് ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് സിയിലും C++ലും ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന പ്രൊവിഷൻ ഇല്ല. ഓക്കെ, ജാവാസ്ക്രിപ്റ്റില് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോൾ ബാക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. മൈ കോൾ ബാക്ക് ഫംഗ്ഷൻ ഇല്ലേ? ഏതാണ് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് ആക്ച്വലി റിക്കർസീവ് ഫംഗ്ഷൻ പോലെയാണോ? ഓൾമോസ്റ്റ് റിക്കർസീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റിക്കർസീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ മൈ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് അത് റിക്കർസീവ് അല്ല. കാരണം ഇവിടെ കോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡിസ്പ്ലെയർ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് റിക്കർഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഫംഗ്ഷനെ വേണമെങ്കിൽ നമുക്ക് റിക്കർഷൻ ആക്കി കോൾ ചെയ്യാൻ പറ്റും.
ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത് മൈ കാൽക്കുലേറ്റർ തന്നെയാണെങ്കിൽ നമ്മൾ ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇത് റിക്കേർഷൻ ആയിട്ട് ആക്ട് ചെയ്യും. രണ്ട് രീതിയിലും ചെയ്യിപ്പിക്കാം. ഓക്കെ മാം ദിസ് എന്ന് പറഞ്ഞോണ്ട് ദിസ് ഡോട്ട് ഐ ഡി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോഗ്രാം കാണിച്ചില്ലേ? അത് അപ്പൊ ഇപ്പൊ ദിസ് ഡോട്ട് ഐ ഡി കൊടുക്കുന്നതിന് പകരം XYZ എന്നൊക്കെ കൊടുക്കാമോ? കൊടുക്കാം. ഏത് പേരിൽ വേണമെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. ദിസ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. ആക്ച്വലി ആ ദിസ് ഓപ്ഷണൽ ആണ്. നമ്മള് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനല്ലേ, രണ്ട് വേരിയബിൾസും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനല്ലേ ദിസ് ഡോട്ട് ഐ ഡി? അല്ല, ദിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കറന്റ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് യൂസ് ചെയ്യുന്നത്. ദിസ് ആക്ച്വലി ഓപ്ഷണൽ ആണ്, കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് C++ലും ജാവയിലും എല്ലാം തന്നെ ഈ ദിസ് ഓപ്പറേറ്റർ ഉണ്ട്. ദിസ് ആ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഒബ്ജക്റ്റ് ഏതാണോ അതിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഡോട്ട് ഐ ഡി എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ID എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതാണ് അവിടെ റെഫർ ചെയ്യുന്നത്. അവിടെ ആക്ച്വലി ഒബ്ജക്റ്റ് ആ കറന്റ് ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ EMP എന്ന് പറയുന്നതാണ് നമ്മുടെ അല്ലെ, EMP അല്ല, ഇവിടെ EMPയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് E ആണ്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് E ആണ് ഒബ്ജക്റ്റ്. Eയുടെ പ്രോപ്പർട്ടീസ് ആണ് ID, നെയിം, സാലറി. ഓക്കെ, ആ ID, നെയിം, സാലറി, ചേഞ്ച് സാലറി ഇതെല്ലാം തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ആ പ്രോപ്പർട്ടി, അതായത് E എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആണ് ഇവിടെ ദിസ് കൊണ്ട് കാണിക്കുന്നത്. ദിസ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് E എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രമാണ്.